നമസ്കാരം. 7 സീറ്റർ വാഹനത്തിൻ്റെ ഒരു കാറ്റഗറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനൊന്നും ഈ ഒരു വാഹനത്തിനില്ല. ഞാൻ പറഞ്ഞു വന്ന വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ എർട്ടിഗ എന്ന് പറയുന്നൊരു വാഹനമാണ്. ഒരു സാധാരണക്കാരന് ഒരു ഉപജീവന മാർഗ്ഗം എന്നുള്ള രീതിക്ക് ഒരു വാഹനം വാങ്ങിച്ച് ഓടിച്ച് അതിൽ നിന്നൊരു ലാഭം എടുക്കുക എന്നൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു വാഹനവും എല്ലാവരും ആ വാഹനം പരിഗണിക്കുന്നുമുണ്ട്. ആ വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ എർട്ടിഗയുടെ CNG ആണ്. CNG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഈ ഒരു വാഹനത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ CNG വാഹനത്തെക്കുറിച്ചിട്ട് ഒരുപാട് ആകുലത ആളുകൾക്കുണ്ടായിരുന്ന സമയത്ത് പോലും CNG വാഹനം എടുത്ത് നല്ല രീതിക്ക് ലാഭമുണ്ടാക്കിയ ആളുകളുണ്ട്. വലിയ പവറോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് കരുതി പവർ കുറവും ഉണ്ടെന്ന് നമുക്ക് പറയാനും കഴിയില്ല. അത്യാവശ്യം നമ്മളൊരു ടാക്സി പർപ്പസിനൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഫാമിലി യൂസിനും അല്ലെങ്കിൽ പേഴ്സണൽ യൂസിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ് എർട്ടിഗയുടെ CNG വേർഷൻ. അപ്പോൾ CNG വാഹനം ടാക്സി പർപ്പസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാലും കയ്യിൽ കുറച്ച് ലാഭം തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ മാരുതി സുസുക്കിയുടെ എർട്ടിഗയുടെ CNG കുറിച്ചിട്ടാണ് പരാമർശിക്കാൻ പോകുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പോരായ്മകൾ എന്താണ്, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഉപകാരപ്രദമാകുമെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം നമുക്ക് നോക്കാം. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സുസുക്കിയുടെ ഹാർടെക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. നമുക്കറിയാം വളരെയധികം ക്വസ്റ്റ്യനുകൾ ഈ ഹാർടെക് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടെന്നോ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി ആ ഒരു പ്ലാറ്റ്ഫോമിനെ മാക്സിമം ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം. 4 എയർ ബാഗോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് മാരുതി സുസുക്കിയുടെ കയ്യിലുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ എഞ്ചിനിലേക്ക് നോക്കുമ്പോഴത്തേക്കും K15C എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള എഞ്ചിനാണ്. 1462 cc നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഈ വാഹനത്തിൻ്റെ പെട്രോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 101 bhp പവർ, അത് 6000 RPM ജനറേറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല 139 Nm ടോർക്കുണ്ട്, അത് 4300 RPM ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ CNG വേർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പവർ 86.63 bhp ആണ്, അത് 5500 RPM ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പെട്രോളിൻ്റെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 101 bhp ആണ്, അത് 6000 RPM ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 86.63 bhp. CNGയുടെ കേസിൽ 5500 RPM ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ടോർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ CNG കാറിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 121.5 Nm ടോർക്ക്, അത് 4200 RPM ജനറേറ്റ് ചെയ്യുന്നുണ്ട്. മൈലേജാണ് സാറേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. 26.11 km/kg. ആ ഒരു രീതിക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. എങ്ങനെ ഓടിച്ചാലും സിറ്റിയിൽ ഏത് രീതിക്ക് ഓടിച്ചാലും നിങ്ങൾക്ക് 20 കിലോമീറ്റർ തീർച്ചയായിട്ടും 1 കിലോഗ്രാം CNGയിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ലോങ് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, നല്ല വഴികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 24-25 കിലോമീറ്ററൊക്കെ 1 കിലോഗ്രാമിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതാണ് ഈ ഒരു CNGയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ പണ്ട് CNGയുടെ ഒരു പെട്രോൾ അല്ലെങ്കിൽ CNGയും പെട്രോളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഡീസലൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വലിയൊരു അന്തരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഡീസലും ഈ പറയുന്ന CNGയും തമ്മിൽ വലിയ വില വ്യത്യാസമൊന്നുമില്ല. ഒരു 90 രൂപയുടെയൊക്കെ അടുത്തായി കഴിഞ്ഞു, 90 മുകളിലേക്ക് ആയി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കഴിയും. പല മെട്രോപൊളിറ്റൻ സിറ്റീസിലും ഡീസലിന് ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിക്ക് CNG ഉപയോഗിക്കുന്നുണ്ട്. സസ്പെൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ മക്സ്പെൻഷൻ സ്റ്റഡും ബാക്കിൽ റിയർ ടിസ് ബീം എന്ന് പറയുന്ന സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് നമുക്ക് എല്ലാ വാഹനങ്ങളിലും, മാരുതി സുസുക്കിയുടെ മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ഇത്തരത്തിലുള്ളൊരു സസ്പെൻഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ടേണിംഗ് റേഡിയസ് 5.2 മീറ്റേഴ്സാണ്. അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ ഒരു വാഹനം തിരിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനൊക്കെ ഈ ഒരു ടേണിംഗ് റേഡിയസ് ഒരുപാട് ഉപകാരപ്രദമാകുന്നുണ്ട്. ഇനി CNG വാഹനങ്ങൾക്ക് പവർ കുറയുമോ എന്നുള്ളൊരു ചോദ്യം. തീർച്ചയാണ്, പെട്രോൾ വാഹനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും CNG വാഹനത്തിന് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ അളവിൽ പവർ കുറയും. അതായത് പെട്രോളിൽ നിന്നും CNGയിലേക്കും ഷിഫ്റ്റ് ചെയ്യും. CNGയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അതിനെ നമുക്ക് പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്രോളിലായിരിക്കും. അതിനുശേഷം ഇത് CNGയിലേക്ക് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യേണ്ടി വരും. ഇപ്പോൾ CNGയിൽ നിന്നും പെട്രോളിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ ബട്ടൺ ഉണ്ട്. അത് മാത്രമല്ല CNGയിലേക്ക് വാഹനം സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പവർ ലാഗ് നമുക്ക് അനുഭവപ്പെടും. അത് വളരെ മാർജിനൽ എന്ന് നമുക്ക് പറയാൻ കഴിയും. 7 പേരെയൊക്കെ വെച്ചിട്ട് എർട്ടിഗ എന്ന് പറയുന്ന വാഹനം CNGയിൽ അല്ലെങ്കിൽ CNG ഉപയോഗിച്ച് വാഹനം യാത്ര ചെയ്യുന്ന സമയത്ത് പവറിൽ വലിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പവർ കുറവുള്ളതുപോലെ തോന്നുമോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ അത്തരത്തിലുള്ളൊരു പവർ ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നീട് നമുക്കെന്താ പറയുക, അത് ഒരു വലിയ ബുദ്ധിമുട്ട് എന്നുള്ള രീതിക്ക് വരില്ല, എന്നാൽ പോലും ചെറിയൊരു പവർ ലാഗ് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻസിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നുമില്ല. കാരണം ഈ പെട്രോൾ വാഹനത്തിൻ്റെ സെയിം ഡയമെൻഷൻ തന്നെയാണ്. ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ 4395 മില്ലിമീറ്ററാണ്.
വിഡ്ത്ത് 1735 മില്ലിമീറ്ററാണ്, ഹൈറ്റ് 1690 മില്ലിമീറ്ററാണ്. വീൽ ബേസിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 2740 മില്ലിമീറ്ററാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 180 മില്ലിമീറ്ററാണ്. അപ്പോൾ CNGയുടെ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10 kg ആണ്. അത് നമ്മളൊരു വാട്ടറിന് ഒരു ഇക്വലൻസി എന്നുള്ള രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60 ലിറ്ററാണ്. ഇനി 209 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് കാര്യമായിട്ട് അപഹരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അതിനെ ഒരു നല്ലൊരു രീതിക്ക് ഈ സിലിണ്ടറിനെ അറേഞ്ച് ചെയ്ത് ബൂട്ടിനകത്തേക്ക് കുറച്ച് താഴ്ത്തിയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലൂടെ ടാറ്റയും അത് മാത്രമല്ല ഹ്യുണ്ടായിയൊക്കെ ഇത്തരത്തിലുള്ള CNG വാഹനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു രീതിക്ക് ഫ്ലാറ്റ് അല്ല ഇതിൻ്റെ ഒരു ബൂട്ട് എന്ന് നമുക്ക് പറയാം. ഇനി CNG വാഹനങ്ങൾ കുറച്ച് ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ഹീറ്റ് ആകും എന്നുള്ള അത്തരത്തിലുള്ള വാർത്തകളോടുള്ള പ്രതികരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, CNG വാഹനങ്ങൾ കുറച്ച് ഓടുന്ന സമയത്ത്, കുറച്ച് ലോങ് ഓടുന്ന സമയത്ത് താരതമ്യേന ടെമ്പറേച്ചർ കുറച്ചധികം ഉയരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലാണ്. എന്നാൽ അതൊരു ഭീകരമായിട്ടുള്ളൊരു ടെമ്പറേച്ചറായിട്ട് മാറുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആ ഒരു വാഹനത്തിൻ്റെ ഒരു ഹെൽത്ത് സൈഡ് നോക്കുമ്പോഴത്തേക്കും ഒരു 150 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് വാഹനം നിർത്തിയിട്ട് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വാഹനത്തിൽ നിന്ന് തണുപ്പിക്കാൻ വേണ്ടി നിർത്തിയിടുന്നത് നല്ലതാണ് എന്ന് കരുതി ഈ പറയുന്നത് പോലെ CNG വാഹനങ്ങൾ ഓവർ ഹീറ്റ് ആകുമോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല 3 വർഷം കൂടുമ്പോഴത്തേക്കും ഈ CNG സിലിണ്ടർ എന്ന് പറയുന്നത് നമ്മൾ സർവീസ് ചെയ്യേണ്ടി വരും. കാരണം ഈ CNG ഗ്യാസ് അതിനകത്ത്, അല്ലെങ്കിൽ CNG അതിനകത്ത് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡെബ്രിസോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല ഓരോ 10,000 കിലോമീറ്ററിലും ഫ്യൂൽ ഇഞ്ചക്ടറൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറേണ്ടി വരും. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് 20,000 കിലോമീറ്ററിൽ ഫിൽറ്ററുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് CNG വാഹനങ്ങളിൽ മാറേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള ചെറിയ ചെറിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരും. ചെറിയ ചെറിയ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ലാഭം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ മെയിൻ്റനൻസ് എല്ലാം ഒരു 5,000-6,000 രൂപയ്ക്കുള്ളിൽ നിൽക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു ടാക്സി പർപ്പസ് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടിൽ നമ്മൾ CNG വാഹനം, എക്സ്പെഷ്യലി 7 സീറ്റർ വാഹനമായിട്ടുള്ള എർട്ടിഗ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ലാഭകരമാണ്. അത് തീർച്ചയാണ്. കാരണം ഇപ്പോൾ CNGയുടെ ഒരു വില എന്ന് പറയുന്നത് 90 രൂപയ്ക്ക് മുകളിലേക്ക് പോയ ഒരു അവസരത്തിൽ ഈ വാഹനം ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഇത് ലാഭകരം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ CNG എന്ന് പറയുന്ന വാഹനം അൺസേഫ് ആണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. സേഫ് തന്നെയാണ്. കാരണം CNG വാഹനങ്ങൾക്കുള്ള എല്ലാ സേഫ്റ്റിയും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല 4 എയർ ബാഗ് വന്നിട്ടുണ്ട്, ABS, EBD, ഹിൽ ഹോൾഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി മാരുതി സുസുക്കിയുടെ എല്ലാ വാഹനങ്ങൾക്കും 6 എയർ ബാഗ് ആകുമ്പോൾ എർട്ടിഗയ്ക്കും തീർച്ചയായിട്ടും 6 എയർ ബാഗ് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു വാഹനം എടുത്ത് ഒരു ഉപജീവന മാർഗ്ഗമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് 7 സീറ്റർ വാഹനമായിട്ടുള്ള എർട്ടിഗ CNG തന്നെയാണ്. മാത്രമല്ല CNG കാറുകളുടെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ എർട്ടിഗയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ടുള്ളൊരു മെയിൻ്റനൻസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.